എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, സമ്പന്നരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നനാക്കാൻ. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഫോബസ് മാഗസിന്റെ താളുകളിൽ തങ്ങളുടെ പേരും പടവും വരണമെന്ന് ആഗ്രഹിക്കുന്ന സമ്പന്നർ ആയിട്ട് ഒരുപാട് പേരുണ്ടല്ലേ. അതിൽ തന്നെ ആദ്യത്തെ പേര് തങ്ങളുടേതാകണമെന്ന വാശിയോടെ മത്സരിക്കുന്ന അതിസമ്പന്നരുമുണ്ട്. ദൈവമക്കൾ സമ്പന്നരായി തന്നെ വസിക്കണമെന്ന് നമ്മുടെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ആ സമ്പത്ത് ബാങ്കുകളിൽ സ്വരുക്കൂട്ടുന്ന കോടികളുടെ നിക്ഷേപങ്ങളോ കണക്കില്ലാതെ വാങ്ങിച്ചു കൂട്ടുന്ന വസ്തുവകകളോ അല്ല. 2 വിധത്തിലുള്ള സമ്പത്തിനെ കുറിച്ചാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ക്രിസ്തു എന്ന സമ്പത്ത് അഥവാ ക്രിസ്തുവിലുള്ള സമ്പത്ത്. 2, ഈജിപ്ത് എന്ന സമ്പത്ത് അഥവാ ഈജിപ്തിലെ നിക്ഷേപം. ഹെബ്രായ ലേഖനം 11:26 പറയുന്നു, ഈജിപ്തിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവർ കരുതി. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ അല്ലെങ്കിൽ ആ സഭയുടെ വിശുദ്ധിയുടെ സമ്പത്ത്, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയായ, അതായത് മഹിതയാം ബാബിലോൺ എന്നാ പറയുന്നത് അല്ലെ, പാപത്തിന്റെ സമ്പത്ത്. വെളിപാട് പുസ്തകം 18:3 നമുക്ക് വായിക്കാം. ആ ബാബിലോണിന്റെ പുളിപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരായവരെ കുറിച്ച് അവിടെ പറയുന്നു. കൊളോസ്യ ലേഖനം 2:2 സ്നേഹത്താൽ പൂർണ്ണ സമ്പത്തും ദൈവത്തിന്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. പരിപൂർണ സമ്പന്നനാകാൻ. ദൈവത്തോട് മത്സരിച്ച് ദൈവഭയമില്ലാതെ ജീവിച്ചാൽ നമ്മൾ പാപത്തിൽ സമ്പന്നരായി ജീവിക്കുന്നവരുടെ പട്ടികയിൽ പെടും. പക്ഷെ സ്വർഗത്തിൽ പോകേണ്ടി വരില്ല. കാരണം അവിടെ പാപത്തോടെ അശുദ്ധിയോടെ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ആത്മീയ വിഷയങ്ങളിൽ സമ്പന്നരായി ജീവിച്ചാൽ നിത്യ സ്വർഗത്തിലേക്ക് പോയി നമുക്ക് അവിടെ വസിക്കാൻ സാധിക്കും. ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം 21 മുതൽ 33 വരെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൽ സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിച്ചവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. കള്ളൻ മോഷ്ടിക്കുകയോ പുഴുവരിക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ തീർന്നു പോകാത്ത നിക്ഷേപം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊള്ളൂ എന്നല്ലേ കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാമാണ് ആ നിക്ഷേപം? എങ്ങനെയാണ് നമ്മൾ സമ്പന്നരാകേണ്ടത്, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കേണ്ടത്? ഒന്നാമതായി, വിശ്വാസത്താൽ നാം സമ്പന്നരായിരിക്കണം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്താൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമായി തിരഞ്ഞെടുത്തുവല്ലോ. സമ്പന്നർ, വിശ്വാസത്തിൽ സമ്പന്നർ. ഇനി രണ്ടാമത്തത് നമ്മൾ പറയുന്നത് ദൈവവചനത്തിൽ സമ്പന്നരായിരിക്കണം. 1 കൊറിന്തോസ് 1:6. എന്തുകൊണ്ടെന്നാൽ അവിടെ നിന്ന് എല്ലാ വിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിന്റെ വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. അപ്പൊ ദൈവവചനത്തിന്റെ അറിവിൽ നമ്മൾ സമ്പന്നരാകണം. 1 കൊറിന്തോസ് 1:5 മൂന്നാമത്തെ കാര്യം, ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധനയിലും നിങ്ങൾ സമ്പന്നരായിരിക്കണം. കൊളോസ്യ ലേഖനം 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്തുതി പാടിയും അങ്ങനെ ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. അപ്പൊ എന്താണ്? ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും നമ്മൾ സമ്പന്നരായിരിക്കണമെന്ന്. കൊളോസ്യ ലേഖനം 2:2 പറയുകയാണ്, സ്നേഹത്തിൽ നിങ്ങൾ സമ്പന്നരായിരിക്കണം. 1 കൊറിന്തോസ് 1-ാം അധ്യായം 6:7 പറയാണ്, കൃപാവരങ്ങളിൽ നിങ്ങൾ സമ്പന്നരായിരിക്കണം. 1 തിമോത്തിയോസ് 6:18 19 പറയുന്ന സൽപ്രവർത്തികളിൽ നമ്മൾ സമ്പന്നരായിരിക്കണം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാം വാക്യം നമുക്കറിയാം. യേശുക്രിസ്തു പള്ളിയിലെ ഭണ്ഡാരത്തിനരികെ ഇരുന്നത് അല്ലെ.
ധനവാന്മാർ പലരും ഇട്ടു, ദരിദ്രയായ വിധവ വന്ന് ഇട്ട വെള്ളി നാണയം, വിധവയുടെ ചില്ലിക്കാശ്, നമുക്കറിയാം ആ കഥ. ഒരു വ്യക്തി സമ്പന്നനോ അല്ലയോ എന്ന് വിലയിരുത്തുവാൻ ദൈവവചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന അളവുകോലിൽ ചിലത് മാത്രമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ലോകത്തിൽ സ്വരുക്കൂട്ടുന്ന സമ്പത്തുകളൊന്നും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഒരു മാറാരോഗം, ഒരു പനി വന്നാൽ, അല്ലെങ്കിൽ ഒരു ദുരിതം വന്നാൽ തീർന്നു പോകാവുന്ന സമ്പത്തുകൾ മാത്രമേ നമുക്കുള്ളൂ. ദൈവം ചോദിക്കുന്നു, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതെല്ലാം ആർക്കാകും? 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളുടെ ചരിത്രം നമുക്കറിയാം. എന്തിന്? നമ്മുടെ നാട്ടിലെ തന്നെ ദുരിതങ്ങൾ, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഉള്ള സംഭവങ്ങൾ നമുക്കറിയാം. ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിന്നത് ഇന്നുവരെ മാഞ്ഞിട്ടില്ല. ഒരുപാട് വ്യക്തികൾ സമ്പത്ത് വാരിക്കൂട്ടി വെച്ചവരെല്ലാം അന്ന് തെരുവുകളിൽ അലഞ്ഞു നടന്നു. ഒരല്പം കഞ്ഞിക്ക് വേണ്ടി, ഒരിറ്റ് നല്ല വെള്ളത്തിന് വേണ്ടി ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടുന്ന രീതി വരെ നമ്മൾ കണ്ടു അല്ലേ. ഇനി യുദ്ധത്തിലാണെങ്കിലോ മുറിവേറ്റും അംഗഭംഗം വന്നവരുടെയും രോദനം, അനാഥരുടെയും അഭയാർത്ഥികളുടെയും ഉറ്റവരുടെയും പാലായനം ഒക്കെ നമ്മൾ ടി വിയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, യൂട്യൂബിലും ഒക്കെ കാണുന്നുണ്ട്. പരസ്പരം രാജ്യങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാളെ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കും നമുക്ക് ഉറപ്പൊന്നുമില്ല. മറ്റൊരു ലോകമഹായുദ്ധത്തിന് വേണ്ടി വഴിയൊരുങ്ങുകയാണോ എന്ന് പലതും കാണുമ്പോൾ നമുക്ക് സംശയം വരുന്നുണ്ട്. അത് സംഭവിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന സമ്പത്തോ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന വസ്തുവകകളോ ഒന്നും പ്രയോജനപ്പെടാൻ അഥവാ ഉപകാരപ്പെടാൻ പോകുന്നില്ല. ആകയാൽ ഈ ലോകത്തിൽ ഇവിടെയുള്ള സമ്പാദ്യങ്ങളോ വസ്തുക്കളിലോ ഒന്നും ആശ്രയം വെക്കാതെ ദൈവവചനത്തിലും ദൈവരാജ്യത്തിലും ശ്രദ്ധാലുക്കളായി അഥവാ സമ്പന്നരായി നമുക്ക് ഉറപ്പാക്കാം. ഒട്ടും പിശുക്ക് കാണിക്കാതെ വിശ്വാസത്തിൽ സമ്പന്നരാകാം, ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും സമ്പന്നരാകാം, സ്നേഹത്തിൽ സമ്പന്നരാകാം, കൃപാവരങ്ങളിൽ സമ്പന്നരാകാം, സൽപ്രവർത്തികളിൽ സമ്പന്നരാകാം, ദൈവത്തിന് കൊടുക്കുന്നതിൽ സമ്പന്നരാകാം. യേശുക്രിസ്തു എന്ന മഹാസമ്പത്താണ് പിതാവായ ദൈവം ലോകത്തിന് നൽകിയിരിക്കുന്നത്. ആ മഹത്വം തിരിച്ചറിഞ്ഞ് യേശുവിനെ നമുക്ക് മുറുകെ പിടിക്കാം. ക്രിസ്തുവിന്റെ ധനത്താൽ നമ്മൾ സമ്പന്നരാകാം. ആ സമ്പത്ത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് ഈ ലോകത്തിനോ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. കൃപ നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ സമ്പന്നരാകാൻ ഉള്ള തീരുമാനത്തോടെ ആയിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ ആരംഭം. കൂടെ നടക്കാം. അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് സമ്പന്നരായി എത്തിക്കുമാറാകട്ടെ. ആമേൻ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു.